ഡിയർ ഫ്രണ്ട്സ്, ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ വിത്ത് മാധവ് മാഷ്. നമുക്ക് ഇന്ന് ക്ലാസ് ആരംഭിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിലെ പാസീവിനെ കുറിച്ചാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്യൂച്ചർ ടെൻസിൻ്റെ ആക്റ്റീവും പാസീവുമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ ആക്റ്റീവിൽ 8ഉം പാസീവിൽ 6ഉം 14 വാചകങ്ങൾ എഴുതി പഠിച്ചു. ഈ വാചകങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും വീട്ടിൽ പോയിട്ട് എഴുതണം. അപ്പോൾ ഈ റൈറ്റ് സൈഡ് നോവൽ തൊട്ട് ഈ 14 വാചകങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ 6 വാചകം കൂടിയും പഠിച്ചാൽ 20 ടെൻസായി. 6 വാചകം പാസീവിലാണ് വരുന്നത്. പാസീവിലെ ഫ്യൂച്ചറിൽ 2 എണ്ണത്തിൻ്റെ പാസീവ് ഉള്ളൂ, 2 എണ്ണത്തിന് പാസീവ് ഇല്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അതിലെ പ്രെഡിക്കേറ്റിൻ്റെ പാർട്ടിൽ വില്ല് അല്ലെങ്കിൽ ഷാല് പ്ലസ് V3 ആണ് കാണുക. V1 ആണ് കാണുക. V3 അല്ല. സിമ്പിൾ ഫ്യൂച്ചർ V3 ഇല്ല, V1 ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ബേസ് ഫോം. അങ്ങനെയാണ് സിമ്പിൾ ഫ്യൂച്ചർ തിരിച്ചറിയുക. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ തിരിച്ചറിയുകയാണെങ്കിൽ അതിലെ പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ക്രിയാഭാഗത്ത് സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്ന ക്രിയാഭാഗം അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ഭാഗം രണ്ടും ഒന്ന് തന്നെ. പ്രെഡിക്കേറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു വെർബ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു വെർബ്, നോട്ട് ഈക്വൽ ടു വെർബ് ബട്ട് ആൾമോസ്റ്റ് ഈക്വൽ ടു വെർബ്. അപ്പോൾ അയാൾ എൻ്റെ അച്ഛനോളം തുല്യനാണ് എന്ന് പറഞ്ഞാൽ അച്ഛനല്ല, വലിയച്ഛനോ ചെറിയച്ഛനോ ആയിരിക്കാം. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ പ്രെഡിക്കേറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു വെർബ് എന്നാൽ വെർബ് അല്ല താനും, വെർബ് ഉണ്ടാവും അതിലെന്ന് മാത്രം. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ കാണിക്കുക, അതിൻ്റെ പ്രെഡിക്കേറ്റിൽ വില്ല് അല്ലെങ്കിൽ ഷാലെ പ്ലസ് V1 ആണ്. അപ്പോൾ ഹീ വിൽ റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാൽ അവനൊരു നോവൽ എഴുതും. അതിൻ്റെ ഫ്യൂച്ചറിൽ മാറ്റം വരുമ്പോൾ പ്രെഡിക്കേറ്റിൽ വരിക എന്ത് മാറ്റം വരിക? ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് വരുമല്ലോ. ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് വരും. അതിൽ പ്രെഡിക്കേറ്റിൽ വിൽ ഓർ ഷാലെ പ്ലസ് V1 എന്നുള്ളത് പോയിട്ട് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 വരും. വിൽ ഓർ ഷാൽ പ്ലസ് BE പ്ലസ് V3 ഇത് കണ്ടാൽ ആ വാചകം സിമ്പിൾ ഫ്യൂച്ചറിൽ പാസീവ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എഴുതും എന്നുള്ള വാചകം പോയിട്ട് എഴുതപ്പെടും എന്നായി മാറും. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ഞാൻ ബോർഡിൽ കാണിച്ചു തരാം. ഇപ്പോൾ ക്ലാസ് കേൾക്കുക. 2 ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്നാണ് പറയുക. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എങ്ങനെ തിരിച്ചറിയാം? പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ക്രിയാഭാഗത്ത് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING കാണും. വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING കണ്ടാൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. എഴുതിക്കൊണ്ടിരിക്കും, പാടിക്കൊണ്ടിരിക്കും, ഉറങ്ങിക്കൊണ്ടിരിക്കും, ഇങ്ങനെയാണ് അതിന് വരിക. അതിനാണെങ്കിലോ പാസീവ് ഇല്ല താനും. ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് ഇല്ല. അടുത്തതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എങ്ങനെയായിരിക്കും? അതിൻ്റെ പ്രെഡിക്കേറ്റിൽ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ ഈ ഷാൽ ഹാവ് റിട്ടൺ എ നോവൽ, അവനൊരു നോവൽ എഴുതിയിട്ടുണ്ടാകും. ഭാവിയിൽ ഒരു നിശ്ചയ സമയത്തോടെ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന ജോലിയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഞങ്ങൾ ആ പാലം പൂർത്തിയാക്കിയിട്ടുണ്ടാകും. മഴ കഴിയുന്നതോടുകൂടി ഞങ്ങൾ റോഡ് നന്നാക്കിയിട്ടുണ്ടാകും. ഭാവിയിൽ ഒരു നിശ്ചയ സമയത്തോടെ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന ജോലി. അതിൻ്റെ പാസീവ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീനെ പ്ലസ് V3 ആണ്. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. He shall have been, the novel shall have been written by him. The bridge shall have been completed by them. ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയി. അപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകും, നോവൽ എഴുതിയിട്ടുണ്ടാകും എന്നുള്ള പോയിട്ട് എന്താ എഴുതപ്പെട്ടിട്ടുണ്ടാകും എന്നാവും. പാസീവിലെ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എഴുതിയിട്ടുണ്ടാകും എന്നുള്ള പോയിട്ട് പാസീവ് ആകുമ്പോൾ എഴുതപ്പെട്ടിട്ടുണ്ടാകും എന്നാവും. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന് പാസീവ് ഇല്ല, എന്നാലും ആക്റ്റീവ് ഉണ്ടല്ലോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആക്റ്റീവ് എങ്ങനെ തിരിച്ചറിയാം? അതിൻ്റെ പ്രെഡിക്കേറ്റിൽ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING കണ്ടാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. വൺസ് അഗെയിൻ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING കണ്ടാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. ഇതെപ്പോഴാണ് ഉപയോഗിക്കുക? സാധാരണ ഭാവിയിൽ ഒരു നിശ്ചിത കാലം മുതൽ നിശ്ചിത കാലം വരെ തുടരാൻ ഉദ്ദേശിക്കുന്ന ജോലി. 2026 മുതൽ 2027 വരെ ഞാൻ ഒരു ഗ്രാമറിൻ്റെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. 2026 മുതൽ 2030 വരെ
ഞങ്ങൾ ആ പാലം പണിതുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഭാവിയിൽ ഒരു നിശ്ചിത കാലം മുതൽ നിശ്ചിത കാലം വരെ തുടരാൻ ഉദ്ദേശിക്കുന്ന ജോലിയെ കാണിക്കാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. അതിൻ്റെ പ്രെഡിക്കേറ്റ് എങ്ങനെയായിരിക്കും? വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. അപ്പം 4 ടെൻസും കഴിഞ്ഞു, 6 ടെൻസും കഴിഞ്ഞു. അതായത് സിമ്പിൾ ഫ്യൂച്ചറിന് ആക്റ്റീവും പാസീവും ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസിന് ആക്റ്റീവ് മാത്രമേ ഉള്ളൂ, ഫ്യൂച്ചർ പെർഫെക്റ്റിന് ആക്റ്റീവും പാസീവും ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ആക്റ്റീവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 6 വാചകം ഫ്യൂച്ചർ ടെൻസിൽ ആക്റ്റീവ് ഇൻക്ലൂഡിങ് ആക്റ്റീവ് ആൻഡ് പാസീവ്. അപ്പോൾ 14 6 20 ടെൻസായി. അപ്പോൾ നിങ്ങളുടെ ടെൻസ് പഠിക്കൽ കഴിഞ്ഞു. ഇനി അത് എഴുതി പഠിച്ച് ടെൻസ് പഠിക്കാന്ന് പറഞ്ഞാൽ ആക്റ്റീവും പാസീവും ആയി. ഇത് എഴുതി പഠിച്ച് നിങ്ങൾ കൃത്യമായി അത് തറവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ബോർഡിലേക്ക് നോക്കാം. പാസീവ് വോയിസ് ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ വിൽ ഓർ ഷാൽ പ്ലസ് V1 അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയാം. ബേസ് ഫോം അതാണ് ആക്റ്റീവിൽ കാണാം. ആ ആക്റ്റീവില് കർത്തരി പ്രയോഗം എന്തായി മാറും? കർമ്മണി പ്രയോഗമാകുമ്പോൾ വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V3 ആയി മാറും. എഴുതും എന്നുള്ളത് എഴുതപ്പെടും. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്തായി മാറും? വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ING. അതാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം. അതിന് പാസീവ് ഇല്ല. അപ്പം എഴുതിക്കൊണ്ടിരിക്കും, അവർ നോവൽ എഴുതിക്കൊണ്ടിരിക്കും. നിങ്ങളെങ്ങനെ ഈ ഷാൽ ബി റൈറ്റിംഗ് എ നോവൽ, ഹി വിൽ ബി റൈറ്റിംഗ് എ നോവൽ എന്നാണ്. വില്ലോ ഷാലോ വരിക എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അത് ഏത് പേഴ്സൻ്റെ കൂടെ ഏതാണ്, ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഏതാണ്, സെക്കൻഡ് പേഴ്സൻ്റെ ഏതാണെന്നൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് എങ്ങനെയാണ് വരിക? വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ഫസ്റ്റ് പഠിച്ചു എഴുതിയിട്ടുണ്ടാകും. പാസീവ് ആകുമ്പോൾ വിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ആകുമ്പോൾ എഴുതപ്പെട്ടിട്ടുണ്ടാകും. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് പെർഫെക്റ്റ് ടെൻസ് എഴുതാം വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. അതിന് പാസീവ് ഇല്ല, എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇനി ഫ്യൂച്ചറിലെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാ, ഹി വിൽ റൈറ്റ് എ നോവൽ എന്നുള്ളതായി മാറും, അവർ നോവൽ എഴുതും എന്നുള്ളതായി മാറും. എ നോവൽ വിൽ ബി റിട്ടൺ ബൈ ഹിം. ഷാൽ ബി എന്നായാലും വിരോധമൊന്നുമില്ല. ഒരു നോവൽ അവനാൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും. ഹി വിൽ ബി റൈറ്റിംഗ് എ നോവൽ, എഴുതിക്കൊണ്ടിരിക്കും. അതിന് പാസീവ് ഇല്ല. ഹി വിൽ ഹാവ് റിട്ടൺ എ നോവൽ, അവർ നോവൽ എഴുതിയിട്ടുണ്ടാകും. ഹി വിൽ ഹാവ് റിട്ടൺ എ നോവൽ എന്തായി മാറും? എഴുതിയിട്ടുണ്ടാകും. അതിൻ്റെ പാസീവ് എ നോവൽ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ ഹിം, എഴുതപ്പെട്ടിട്ടുണ്ടാകും. ഒരു നോവൽ അവനാൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിന് പാസീവ് ഇല്ല. ഈ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ, അവൻ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇങ്ങനെ 20 ടെൻസായി. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ ഈ 20 ടെൻസും എൻ്റെ ഈ ബോർഡിൽ നോക്കി കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്കതൊരു ഉപകാരമായി മാറും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ കഷായം കുടിക്കാതെ പറഞ്ഞ പോലെ വീണ്ടും എഴുതേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ തരാം. നിങ്ങളത് 20 ടെൻസും എഴുതി പഠിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കുക എന്തെങ്കിലും ചെയ്യാം. ഐ ബൈ എ കാർ എന്നായിക്കോട്ടെ. ഐ ബൈ എ കാർ എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇതിൻ്റെ ആക്റ്റീവും പാസീവും അടക്കം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ നമ്മൾ എഴുതി പഠിക്കുക. അതൊരു എക്സാമ്പിളായിട്ട് എടുക്കുക. എൻ്റെ ക്ലാസ് കേട്ടവർക്കെല്ലാം നന്ദി, നമസ്കാരം. നിങ്ങൾ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.